അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളൊരു തരിപ്പോളയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പോളയുടെ റെസിപ്പിയാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ളത് 4 മുട്ട എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് നമുക്കൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഒരു 3/4 ഗ്ലാസ് പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാരയാണ്. അതൊന്ന് മുട്ടയുടെ മിക്സിയിലിട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം, നന്നായി പതഞ്ഞ് വരണം. പഞ്ചസാരയൊക്കെ നന്നായി മിക്സായി നല്ല പതഞ്ഞ് വരുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം, ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഇല്ലെങ്കിൽ വിസ്ക് വെച്ച് ചെയ്താലും മതി. നന്നായി പതപ്പിച്ചെടുക്കണം. നമ്മൾ പഞ്ചസാര എടുത്ത അതേ ഗ്ലാസ്സിൽ നമ്മൾ ഒരു ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. അതിൽ 2 ഏലക്കായുടെ കുരു ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മുട്ടയുടെ മിക്സിയിലിട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വിസ്ക് വെച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്തിട്ടുള്ളത്. നന്നായി മിക്സ് ആവുന്നത് വരെ മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാറ്റർ റെഡിയായി. ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. കുറഞ്ഞ ഇൻഗ്രീഡിയൻറ്റും മതി. നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചെറുതായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ റിങ് ഇട്ട് കൊടുക്കാം. ഈ ഒരു കേക്ക് ടിന്നിൽ നമ്മൾ നെയ്യൊന്ന് ഗ്രീസ് ചെയ്തിട്ടുള്ളതാണ്. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് നമുക്ക് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ അടച്ചു വെച്ച് നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് തുറന്ന് നോക്കാം. നമ്മൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കിയിട്ട് നമ്മളെ കയ്യിലുള്ള നട്ട്സുകൾ വെച്ച് കൊടുക്കാം. ഞാനിവിടെ കാഷ്യും റൈസിൻസുമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സാണോ ഉള്ളത് അത് വെച്ച് കൊടുക്കാം. ഇല്ലെങ്കിൽ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി. നമ്മളിവിടെ കാഷ്യൂ റൈസിൻസുമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ നമ്മൾ മുഴുവൻ നട്ട്സും വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 20 മിനിറ്റും കൂടി ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 20 മിനിറ്റ് കൂടെ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഒരു സ്റ്റിക്ക് വെച്ച് നമുക്കിതൊന്ന് കുത്തി നോക്കാം വെന്തിട്ടുണ്ടോ എന്നുള്ളത്, ബേക്ക് ആയിക്കണോ എന്നുള്ളത്. സ്റ്റിക്കിലൊന്നും ഒട്ടിപ്പിടിക്കണില്ല. അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചൂട് പോയതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റായിട്ട് നല്ല പൊന്തി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. എല്ലാവർക്കും വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.